ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് ടെക്നോളജീനകത്ത് വരുന്നുള്ള ബിവറേജസ്. ഓക്കെ, അതിനകത്ത് നമുക്ക് ടീയും കോഫിയും കൊക്കോയും ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നോക്കാൻ പോകുന്നുള്ളത് കോഫിയാണ് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ബിവറേജസിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് കേട്ടോ. സോ ബിവറേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ട് നമ്മൾ ലിക്വിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡസ് ഫുഡ്സ് എന്ന് പറയും. അതായത് കോഫി വരുന്നുണ്ട്, ടീ വരുന്നുണ്ട്, കൊക്കോ വരുന്നുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് ആൽക്കഹോൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന നമ്മുടെ വൈന്, ബിയർ അതുപോലെയുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഇതിനകത്ത് പെടും. ഈ പറഞ്ഞിരിക്കുന്ന ബിവറേജസിനകത്ത് പെടും. ഇതിനകത്ത് ശരിക്കും എന്താണുള്ളത്? നമുക്ക് ന്യൂട്രിറ്റീവ് വാല്യൂ തരുന്ന ഒന്നും അല്ല ഇതിനകത്തുള്ളത്. പകരം എന്താണ്? കുറച്ച് ഫ്ലേവറിങ് ഏജൻസ് അല്ലെങ്കിൽ സ്റ്റിമുലൻസ് അല്ലേ. നമ്മൾ കുറച്ച് ഒരു ക്ഷീണമൊക്കെ വരുമ്പോഴല്ലേ ഒരു ഗ്ലാസ് ചായയോ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കാറുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി. അതിപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ബിവറേജസ് എന്ന് പറയുന്നത് നമ്മൾ ക്ഷീണമൊക്കെ വരുമ്പോൾ അല്ലേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കാറുള്ളത്. അപ്പോൾ എന്താണ്? ഒരു ഉന്മേഷത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്തടങ്ങിയിട്ടുണ്ട്? സ്റ്റിമുലൻസ് അടങ്ങിയിട്ടുണ്ട്. അവരെന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇതില്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഫങ്ഷനിങ്, നമ്മുടെ ബോഡി ഫങ്ഷന് ആവശ്യമായിട്ടുള്ള സാധനമൊന്നുമല്ല, പക്ഷേ അത് കഴിക്കുമ്പോൾ നമുക്കൊരു സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിവറേജസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് 3 ക്ലാസ്സസ് ഉണ്ട്. ബിവറേജസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 മെയിൻ ക്ലാസ്സസ് ഓഫ് ബിവറേജസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ക്ലാസ്സാണ് ഉള്ളത്. ബിവറേജസ് 2 ക്ലാസ്സാണ് ഉള്ളത്. ആൽക്കഹോളിക് ഉണ്ട്, അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഉണ്ട്. ആൽക്കഹോളിക് ഉണ്ട്, അത് നോൺ ആൽക്കഹോളിക് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ടീ കോഫിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഇല്ല. അപ്പോൾ അതൊക്കെ നോൺ ആൽക്കഹോളിക്കിൽ വരും. ഇനി അതല്ല വൈന്, ബിയർ പോലുള്ള സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ആൽക്കഹോൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള ബിവറേജസ്, അതായത് ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയും. നോൺ ആൽക്കഹോളിക് ബിവറേജസും ആൽക്കഹോളിക് ബിവറേജസും അങ്ങനെ 2 ടൈപ്പ് ഉണ്ട്. ഇനി ആൽക്കഹോളിക്കിനെ നമ്മൾ എടുത്താൽ നോൺ ആൽക്കഹോളിക്കിലോട്ട് വരാം. ഈ ആൽക്കഹോളിക്കിലോട്ട് നമ്മൾ പോയാൽ ഇതിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ബിവറേജസ്, അതായത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ വൈന്, ബിയർ, ഇതൊക്കെ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഉണ്ടാകുന്നുള്ളത് അല്ലേ. നമുക്കറിയാം, നമ്മുടെ പ്രിപ്പറേഷനൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഫെർമെൻറ്റഡ് ബിവറേജസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബിയറും വൈനൊക്കെ വരുന്നുണ്ട്. മാൾട്ടഡ് ബിവറേജസ് ആണ് ബിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈൻസിനകത്തൊക്കെ ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. പിന്നെയാണ് ഡിസ്റ്റിൽഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ അല്ല. റമ്മ്, വോഡ്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഡിസ്റ്റിൽഡ് ലിക്വറിനകത്ത് വരുന്നതാണ്. അപ്പോൾ ആൽക്കഹോളിക് ബിവറേജസിനെ തന്നെ നമ്മൾ രണ്ടാക്കുന്നു. അത് ഫെർമെൻറ്റഡ് ബിവറേജും ഡിസ്റ്റിൽഡ് ബിവറേജും. ഫെർമെൻറ്റഡിനും ഡിസ്റ്റിൽഡിനും ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഇനി നോൺ ആൽക്കഹോളിക്കിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയും നമുക്ക് ഡിഫറെൻ്റ് ആക്കി കാറ്റഗറൈസ് ചെയ്യാം. അതിനകത്തെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് തരുന്നുള്ള ടീ അതുപോലുള്ള സാധനങ്ങൾ അല്ലേ. സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് തരുന്നുള്ളത് ടീ, കോഫി അതുപോലത്തത്. പിന്നെ റിഫ്രഷിംഗ് ആയിട്ടുള്ളത്. റിഫ്രഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലേ റിഫ്രഷിംഗ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, കാർബണേറ്റഡ് എന്ന് പറയാം. നോൺ ആൽക്കഹോളിക്കിനെ തന്നെ നമുക്ക് കാർബണേറ്റഡും നോൺ കാർബണേറ്റഡും ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ കുടിക്കാറുണ്ട് അല്ലേ, അത് കാർബണേറ്റഡ് ആണോ? അല്ല. ചില സമയത്ത് നമ്മളിപ്പോൾ 7up, പെപ്സി പോലുള്ളത് കുടിക്കാറില്ല, അതിനകത്ത് അത് കാർബണേറ്റഡ് ആണ് അല്ലേ, കാർബണേറ്റഡ് ആണ്. അപ്പോൾ കാർബണേറ്റഡും ഉണ്ട്, അതുപോലെ തന്നെ നോൺ കാർബണേറ്റഡും ഉണ്ട്. അപ്പോൾ സ്റ്റിമുലേറ്റിംഗ് എഫക്റ്റ് തരുന്നതുണ്ട്. പിന്നെ റിഫ്രഷിങ്ങിനകത്ത് തന്നെ കാർബണേറ്റഡും വരുന്നുണ്ട്, നോൺ കാർബണേറ്റഡും വരുന്നുണ്ട്. പിന്നെ ഒരു വരുന്നുള്ളത് ഹെൽത്ത് ഡ്രിങ്ക്, അതായത് നമ്മൾ പറയാറില്ലേ ഹോർലിക്സ്, ബൂസ്റ്റ്, കോംപ്ലാൻ എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെയാണ് ഹെൽത്ത് ഡ്രിങ്ക്സിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ബിവറേജസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വരിക, മിക്കവാറും സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പിന്നെ 1 വേർഡ് ആൻസർ തരുന്നുള്ളത് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ MCQs തരുന്നുള്ളത്. പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബിവറേജസിൻ്റെ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായാലും നെക്സ്റ്റ് നമ്മൾ കോഫിയിലോട്ട് കിടക്കുകയാണ്. കോഫി കഴിക്കാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ, അതായത് ഒരിക്കൽ പോലും ടേസ്റ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കോഫി എന്ന് പറയുന്നത് നമ്മൾ മരം കണ്ടിട്ടുണ്ടാവുമല്ലോ, കാപ്പീൻ്റെ ചെടി. അതെന്ന് പറഞ്ഞിട്ടുള്ളത് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഷ്രബാണ്. വലിയ മരമൊന്നുമല്ല, ഒരു ഷ്രബാണ് അത് ശരിക്കും. എവർഗ്രീൻ ആയിട്ടുള്ള ചെറിയൊരു സ്മോൾ ട്രീ, അല്ലെങ്കിൽ നമുക്ക് ഷ്രബ് എന്ന് പറയാം. വലിയ മരമൊന്നുമല്ല, സ്മോൾ ട്രീ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഷ്രബ് എന്ന് പറയാം. ശരിക്കത് സെൻട്രൽ ആഫ്രിക്കയിലെ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലത്തെ ഒരു പ്ലാന്റാണ്.
സെൻട്രൽ ആഫ്രിക്കയിലത്തെ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലെ ഒരു ട്രീ ആയിരുന്നു. അത് പിന്നീട് നമ്മുടെ രാജ്യങ്ങളിലേക്ക് എത്തിയതാണ്. ഇപ്പം നമ്മൾ എന്താണ് കൗവിൻ്റെയും ബഫലോൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് കോഫീനകത്തും ഒരുപാട് സ്പീഷീസ് വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് 3 എണ്ണമാണ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള 3 എണ്ണം. ഒന്നെന്ന് പറഞ്ഞാൽ കോഫി അറബിക്ക, എന്താണ് കോഫി അറബിക്കയാണ് ഒന്ന് വരുന്നുള്ളത്. പിന്നെ കോഫി റോബസ്റ്റ വരുന്നുണ്ട് സെക്കൻഡ് വൺ. പിന്നെ വരുന്നുള്ളത് കോഫി ലിബറിക്കയാണ്. അപ്പോൾ കോഫി അറബിക്ക, കോഫി റോബസ്റ്റ, കോഫി ലിബറിക്ക, ഇത് 3 കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഇതിനേക്കാളും ഒരുപാടുണ്ട് കേട്ടോ. പക്ഷേ ഇതിനാണ് മെയിനായിട്ട് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ. ഇതിനകത്ത് കോഫി അറബിക്ക എന്ന് പറയുമ്പോൾ ലാർജസ്റ്റും അതുപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി കോഫി കൊടുക്കുന്നത് കോഫി അറബിക്കയാണ്. പിന്നെ കോഫി റോബസ്റ്റൻ്റെ മറ്റൊരു പേരാണ് കനേഫോറ. ഓക്കെ, എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയില്ല. CANEPHORA. ഇതെന്ന് പറയുന്നത് ലോവർ ക്വാളിറ്റിയാണ്. എന്താണ് കുറച്ച് ലോവർ ക്വാളിറ്റി, അതായത് അറബിക്കയാണ് ഫസ്റ്റ് വരിക, സെക്കൻഡ് റോബസ്റ്റ് വരും, പിന്നെ ലിബറിക്ക വരും. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ ലോവറാണ്. ഇത് പിന്നെയും അതിലും ലോവറായിട്ടുള്ളതാണ്, സ്റ്റിൽ ലോവറായിട്ട് വരുന്നതാണ് ലിബറിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് അറബിക്കയാണ്. അപ്പോൾ അറബിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഈ അറബിക്ക എന്ന് പറയുന്നത് എത്തിയോപ്യൻ കൺട്രീസിലാണ് മെയിനായിട്ടുള്ളത്. എത്തിയോപ്യനാണ് അതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് എത്തിയോപ്യയാണ്. അത് പിന്നീട് അറേബ്യയിലൂടെയാണ് ഇന്ത്യയിലോട്ട് എത്തുന്നത്. അറബിക്ക ഇന്ത്യയിലോട്ട് എത്തുന്നത് എന്താണ് അറേബ്യനിലൂടെയാണ്. സൗത്ത് ഇന്ത്യ, നമ്മുടെ കേരളത്തിലും കർണാടകയിലൊക്കെയാണ് ഇത് മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യ, കർണാടക, കേരള, തമിഴ്നാടുവിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഗ്രോ ചെയ്യുന്നത്. പിന്നെ കോഫീൻ്റെ ഏറ്റവും കൂടുതൽ എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്നത് ഏത് കൺട്രിയിലാണ്? ബ്രസീലിലാണ് കേട്ടോ. ബ്രസീലിലാണ് കോഫീൻ്റെ. ഇന്ത്യയിൽ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ഈ കോഫീൻ്റെയൊക്കെ കൾട്ടിവേഷൻ വരുന്നുള്ളത് അല്ലേ. പിന്നെ മെയിനായിട്ട് ഇന്ത്യയിൽ അറബിക്കാണ് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് റോബസ്റ്റയും കുറച്ച് ചെറിയ തോതിൽ നമ്മൾ ഇന്ത്യനകത്ത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റോബസ്റ്റ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. റോബസ്റ്റ എന്ന് പറയുന്നത് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ ഈൽഡ് അറബിക്കനേക്കാളും കൂടുതൽ ഈൽഡ് കിട്ടും. ഇത് ക്വാളിറ്റി കുറവാണെങ്കിലും ഈൽഡ് കൂടുതൽ കിട്ടുന്നത് ഏതാണ്? അറബിക്കനേക്കാളും റോബസ്റ്റേനാണ്. ഓക്കെ, നല്ലൊരു സ്ട്രോങ് ഡിക്കോക്ഷനും കൂടി തരുന്നുള്ളത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന റോബസ്റ്റയാണ്. ഓക്കെ, റോബസ്റ്റയാണ്. ഇനി ലിബറിക്കനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ളത് ഏതാണ്? ലിബറിക്കയാണ്. ലിബറിക്ക നമ്മൾ 3ാമത് പറഞ്ഞില്ലേ, അതാണ് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിൽ വലിയ ഡിമാൻഡൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 3 ടൈപ്പ്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലൻ്റ് ഏതാണ്? കഫീനാണ് ഇതിനായിട്ട് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ ടീയിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ, ചോക്ലേറ്റ്സിൽ, നട്ട്സ്, ഇതൊക്കെ എന്തിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്? ഈ കഫീൻ പ്രസൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾക്ക് ഈ ഹൈ കഫീൻ ഇൻടേക്ക് എടുക്കുന്നതും ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ബോഡിക്ക് അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമല്ല ഹൈ കഫീൻ എടുക്കുന്നത്. അതിൻ്റെ എന്താ പ്രശ്നങ്ങൾ നമുക്ക് പറയാം കേട്ടോ. ഇവിടെ ബ്രസീൽ പറഞ്ഞില്ലേ, ബ്രസീലാണ് നമ്മുടെ ഏറ്റവും എന്താണ് പറയുന്നത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അത് ബ്രസീലാണ്. ഇന്ത്യയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ വേൾഡിൽ 4.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഓക്കെ, ടോട്ടൽ വേൾഡിൽ ഇത് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഇന്ത്യയാണ്. പിന്നെ ഈ കോഫീൻ്റെ ഫ്ലവർ പറയുകയാണെങ്കിൽ നല്ലൊരു വൈറ്റ് ഫ്ലവറാണ് കോഫി പ്ലാന്റിനുള്ളത്. കണ്ടവർക്കറിയാം, നല്ല മണമൊക്കെ ഉള്ള ഒരു കുഞ്ഞ് വൈറ്റ് ഫ്ലവറാണ് അതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ചെറി എന്ന് പറയുന്നത് ആദ്യം ഗ്രീൻ കളറായിരിക്കും. പിന്നെ അത് റൈപ്പൻ ആവുന്ന ടൈമിൽ എന്തായിട്ട് മാറും? റെഡ് കളറിലോട്ട് അത് മാറും. ഓക്കെ, ഗ്രീനിഷ് കളറാണ് ഉണ്ടാവുക. പിന്നെ അത് എന്തായിട്ട് മാറുന്നു? റെഡ് കളറിലോട്ട് മാറുന്നു. പിന്നെ അതിനകത്ത് 2 ബീൻസ് അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. 2 ബീൻസാണ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവുക. ചില സമയത്ത് സിംഗിൾ ബീൻസും ഉണ്ടാവാറുണ്ട്. സാധാരണ ഒരു സിംഗിൾ ബീൻസാണ് അത് അതിനകത്ത് ഉണ്ടാവുക. പിന്നെ ഈ നമ്മളിപ്പോൾ ഫ്രൂട്ടിന് ബെറി എന്നാണ് നമ്മൾ പറയാം കേട്ടോ. ബെറി എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബെറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ പറയുക, ആദ്യം ഗ്രീൻ കളറായിരിക്കും, പിന്നീട് അത് എന്തിലോട്ട് മാറും? റെഡ് കളറിലോട്ട് മാറുന്നു പറഞ്ഞല്ലേ. അങ്ങനെ ഇതിപ്പോൾ സീഡാണെങ്കിൽ, ഇതിപ്പോൾ ചിലപ്പോൾ സീഡാണെന്ന് വിചാരിക്കുക. കോഫീൻ്റെ സീഡിൻ്റെ ഫിഗർ കാണാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ, പിക്ചർ കാണാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ബെറീനകത്ത് ഒരു മ്യൂസിലേജിനിയസ് ആയിട്ടുള്ളൊരു പൾപ്പ് ഉണ്ട്. കുറച്ച് പൾപ്പ് വരുന്നുണ്ട്. അതിനുള്ളിലായിട്ടാണ് ഈ 2 സീഡ്സ് വരുന്നുള്ളത്. ചില സമയത്ത് ഒരു സീഡ്. ഈ സീഡിന് ചെറിയൊരു കോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഈ സീഡിന് ഒരു കോട്ടിങ് വരുന്നുണ്ട്. അതിന് പുറമേയായിട്ട് ഒരു പൾപ്പ് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ചില സമയത്ത് ഒറ്റ സീഡ് മാത്രം വരാറുണ്ട്. പിന്നെ ഇത് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പീ ബെറി എന്ന് പറയുന്നത്.
പയറിനെ പോലെ ഉള്ളതുകൊണ്ടാണ് അതിനെ പീ ബെറി എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ബെറീസ് ഉണ്ടായതിനു ശേഷം നമ്മളൊരു കറക്റ്റ് റെഡ് കളർ വരുമ്പോഴാണ് അതിനെ പറിച്ച് നമ്മളതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ റെഡ് കളർ എന്ന് പറയുന്നത് കൂടുതൽ റൈപ്പ് ആവാനും പാടില്ല, അതുപോലെ തന്നെ പാകമാവാത്തത് നമ്മൾ പറിച്ചെടുക്കാനും പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകമാവാത്തത് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ഒക്കെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നല്ലോണം റൈപ്പായതാണെങ്കിൽ അവിടെയും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു നല്ലൊരു കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കറക്റ്റ് ആ ഒരു എവിടെയാണോ അത് പറിക്കുന്ന ആൾക്കാർക്ക്, ഡെയിലി അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. ആ ഒരു ടൈമിലാണ് അവരത് കളക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ 2 മെത്തേഡ് ഉണ്ട്, ഡ്രൈ മെത്തേഡും വെറ്റ് മെത്തേഡും. ഈ ഡ്രൈ മെത്തേഡിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സിങ്ങിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബീൻസ് ഉണ്ട് അതിനകത്ത്, അതിന് പുറമെ ചെറിയൊരു കവറുണ്ട്, പിന്നെ പൾപ്പ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പൾപ്പ് വരുന്നുണ്ട്, ഇത്രയാണ് വരുന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഈ ബീൻസിനെ പുറത്തെടുക്കണം, അതാണ് പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് കാര്യമായിട്ട് ചെയ്യുന്നത്. അതിന് ശേഷം അതിനെ റോസ്റ്റ് ചെയ്യും, പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അതിനെ റോസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബീൻസിനെ പുറത്തെടുക്കണം. അപ്പോൾ ഡ്രൈ മെത്തേഡും ഉണ്ട്, വെറ്റ് മെത്തേഡും ഉണ്ട്. ഈ ഡ്രൈ മെത്തേഡിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെറീസിനെ നമ്മൾ സൺ ഡ്രൈ ചെയ്യും. എന്താ ചെയ്യുന്നത്? സൺ ഡ്രൈ ചെയ്തിട്ട് ആ കവറിങ്സിനെ റിമൂവ് ചെയ്യും. സൺ ഡ്രൈ ചെയ്ത് അത് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ കവറിങ്സിനൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഡ്രൈ മെത്തേഡിനകത്ത് ചെയ്യുന്നത്. അതിനുശേഷം ക്യൂറിങ് വഴി നമ്മൾ ആ ബീൻസിനെ എന്താക്കിയെടുക്കുന്നു, പിന്നെ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുവഴി ഉണ്ടാകുന്നുള്ള ഈ കോഫീനെ നമ്മൾ നേറ്റീവ് കോഫി അല്ലെങ്കിൽ ചെറി കോഫി എന്ന് പറയുന്നു. നേറ്റീവ് കോഫി അല്ലെങ്കിൽ ചെറി കോഫി എന്ന് പറയുന്നു. ഈ വെറ്റ് മെത്തേഡിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈപ്പായിട്ടുള്ള ഫ്രൂട്ട്സിനെ എടുത്തിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പിംഗ് മെഷീനിൽ വെച്ചിട്ട് അതിനെ സ്ക്വീസ് ചെയ്തിട്ട് ആ പൾപ്പിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ബീൻസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ചില സമയത്ത് എൻസൈംസിനെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഈ മ്യൂസിലേജിനിയസ് കവറിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് എൻസൈംസിനെയും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ അങ്ങനെ ആ പൾപ്പൊക്കെ സ്ക്വീസ് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം അത് നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യും. മോയ്സ്ചർ പെർസെൻറ്റേജ് 12% ആകുന്നവരെ നമ്മൾ ഡ്രൈ ചെയ്യും. അതാണ് ഇതിനകത്ത് നടക്കുന്നത്, വെറ്റ് മെത്തേഡിനകത്ത് നടക്കുന്നുണ്ട്. സോ ഡ്രൈ മെത്തേഡ്, വെറ്റ് മെത്തേഡ്, ഇതൊക്കെയാണല്ലോ. പിന്നെ നമ്മുടെ കോഫീൻ്റെ ഫൈനൽ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡായിട്ടാണ് ഏതിരിക്കുന്നത്, ആ ഒരു കോഫീൻ്റെ ഫൈനൽ ക്വാളിറ്റി ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വെറ്റ് മെത്തേഡും അതുപോലെ തന്നെ ഡ്രൈ മെത്തേഡിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെറ്റ് മെത്തേഡിൽ കിട്ടുന്ന കോഫിയാണ് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ സൺ ഡ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ്ഡ് കോഫീനെ എൻസൈംസിനൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ സ്ക്വീസ് ചെയ്തെടുത്തിട്ട് അതിനെ പുറത്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് രണ്ടിന് ശേഷം നമ്മൾ ആ കോഫി ബീൻസിനെ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ അതിനെന്ത് ചെയ്യും? റോസ്റ്റിംഗ് ചെയ്യും. ഓക്കെ, റോസ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഈ റോസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് കെമിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസും അവിടെ നടക്കുന്നുണ്ട്. കെമിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസും ഈ റോസ്റ്റിങ്ങിൻ്റെ ടൈമിൽ അവിടെ നടക്കുന്നുണ്ട്. ഈ റോസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് അതിൻ്റെ നമ്മുടെ കോഫീൻ്റെ കറക്റ്റ് അരോമയൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ വെറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡ്രൈ മെത്തേഡിനകത്ത് നമുക്ക് കിട്ടുന്ന ബീൻസിന് ഒരു മണമോ അല്ലെങ്കിൽ ഒരു കാര്യവും ഉണ്ടാവില്ല. സാധാരണ ഒരു ബീൻസ് പോലെ ഉണ്ടാവുള്ളൂ, സാധാരണ ഒരു സീഡ് പോലെ. അതിൻ്റെ കറക്റ്റ് കോഫീൻ്റെ ആ ഒരു അരോമയൊക്കെ വരണമെങ്കിൽ അത് റോസ്റ്റിംഗ് ചെയ്തിട്ട് വേണം അതിന് ആ ഒരു അരോമയൊക്കെ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല ഫിസിക്കൽ ചേഞ്ചസും നടക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ചസും നടക്കുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളറിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൻ്റെ അകത്ത് നമ്മളിതിനെ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് പ്രഷറാണ് മേലോട്ട് വരുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ ജസ്റ്റ് അതുവരെ കുറച്ച് ഹാർഡായിട്ടുള്ളത് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രിറ്റിലായിട്ട് മാറും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പോലെയായിട്ട് മാറും. പിന്നെ ഉള്ളിൽ നിന്ന് പ്രഷർ വരും, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കെമിക്കൽ ചേഞ്ചസ് അത് വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡിങ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ഫൈനാക്കി 3 സൈസിലാണ് മാറ്റുന്നുള്ളത്. ഒന്ന് ഫൈന്, ഒന്ന് മീഡിയം, പിന്നെ ഒന്ന് കുറച്ചും കൂടെ വലുതായിട്ട് കോഴ്സായിട്ട്. ഫൈനായിട്ട് ചെയ്യുന്നുണ്ട്, പൊടിക്കുന്നുണ്ട്, ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്, മീഡിയം ആയിട്ടും ചെയ്യുന്നുണ്ട്, കോഴ്സായിട്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ കോഴ്സായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വലിയ വലിയ തരികളായിരിക്കും അല്ലേ. അവിടെ ആ ഒരു അരോമയും ഫ്ലേവറും കുറേ കാലത്തേക്ക് നമുക്കവിടെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത് 3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത് ഏതിൽ നിന്നായിരിക്കും? ഈ കോഴ്സ് പൗഡറിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ള കോഫിക്കായിരിക്കും. അപ്പോൾ ഗ്രൈൻഡിങ് കഴിഞ്ഞാൽ പിന്നെ ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് ആണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബ്ലെൻഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഡീകഫീനേഷൻ ഉണ്ട്, അതായത് കഫീൻ വേണ്ടാതിരിക്കും. നമുക്ക് കഫീൻ അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക?
കഫീനേഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ചൈക്കറി എന്ന് പറയും. ഇത് നമ്മൾ അഡൾട്ടറൻസിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, ബയോകെമിസ്ട്രി അഡൾട്ടറൻസിൻ്റെ ക്ലാസ്സിൽ. കോഫി പൗഡറിൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ള ഒരു അഡൾട്ടറൻ്റാണ് ചൈക്കറി എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തണുത്ത വെള്ളം എടുക്കുക, അതായത് ബോയിൽഡ് വാട്ടറല്ല, സാധാരണ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കോഫി പൗഡർ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ചൈക്കറി സീഡ്സ് ആയിരിക്കും. കോഫി പൗഡർ എപ്പോഴും താഴെ പോയി സെറ്റിൽ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ അത് അന്നേരം തിരിച്ചാന്ന് തോന്നുന്നു അല്ലേ. കോഫി പൗഡർ മേലെ നിൽക്കും, ചൈക്കറി സീഡ്സ് പോയി താഴെ സെറ്റിൽ ചെയ്യും. ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അഡൾട്ടറൻ്റെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഫീൻ്റെ, അതായത് ഈ കഫീൻ്റെ എല്ലാ എഫക്റ്റും ഇത് തരുന്നുണ്ട്. പക്ഷേ കഫീൻ നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇത് കോസ് ചെയ്യുന്നുമില്ല. അപ്പോൾ കഫീന് പകരം എന്താണ് ചൈക്കറി സീഡ്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലെൻഡിങ്ങിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% ചൈക്കറി നമ്മളിതിലോട്ട് മിക്സ് ചെയ്യും. ഫ്ലേവറും അരോമയൊക്കെ ഇതിൻ്റെ ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കോഫി പൗഡറിലോട്ട് നമ്മൾ മിക്സ് ചെയ്യും. അതിനെയാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിൽ വരുന്നത്. അപ്പോൾ റോസ്റ്റിംഗ് കഴിഞ്ഞു, ഗ്രൈൻഡിങ് കഴിഞ്ഞ് ബ്ലെൻഡിങ് ആണ് വരുന്നത്. ഇനി കഫീനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ആൽക്കലോയിഡ് സബ്സ്റ്റൻസ് ആണ്. സ്റ്റിമുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളൊരു ആൽക്കലോയിഡ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ ലോങ്ങർ ദ ബ്രൂയിങ് ടൈം, അതായത് നമ്മൾ ഒരുപാട് നേരം വെച്ചിട്ട് കോഫി പൗഡർ വാട്ടറിനകത്ത് വെക്കുകയാണെങ്കിൽ ആ ബ്രൂയിങ് ടൈം ഒരുപാടാണെങ്കിൽ അതിനകത്തുള്ള കഫീനൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് വരും. പിന്നെ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് ഡീകഫീനേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ തന്നെ പൗഡർ നമ്മൾ വാങ്ങിക്കണം. ഡീകഫീനേറ്റഡ് പൗഡർ തന്നെ നമ്മൾ വാങ്ങിക്കണം. പിന്നെ നമ്മുടെ ഈ കോഫിക്ക് ഒരു ഫ്ലേവർ കൊടുക്കുന്നത് സൾഫർ കോമ്പൗണ്ട്സ് ആണ് ഇതിന് ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. മെയിനായിട്ട് സൾഫർ കോമ്പൗണ്ട്സ് ആണ് ഇതിനകത്ത് ഫ്ലേവർ കൊടുക്കുന്നുള്ളത്. ഈ ഫ്ലേവർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് വോളറ്റൈലാണ്. അതുകൊണ്ടാണ് നമ്മൾ കോഫി ഉണ്ടാക്കിയതിന് ശേഷം അടച്ചു വെക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ വോളറ്റൈലായിട്ട് ഈ ഫ്ലേവർ കോമ്പൗണ്ട്സ് ഒക്കെ പുറത്തു പോകും. ആ കോഫിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ചില സമയത്ത് നമ്മുടെ കോഫിക്ക് ഒരു ബിറ്റർ ടേസ്റ്റ് വരാറുണ്ട്. ബിറ്റർ ടേസ്റ്റ് വരാനുള്ള കാരണം ടാനിൻസ് ആണ്. ഇതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ടാനിൻസ് നമുക്കറിയാലോ, പോളിഫിനോൾ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ടാനിൻസ് എന്ന് പറയുന്നത്. പോളിഫിനോളിക് കോമ്പൗണ്ട്സ് ആണ് ടാനിൻസ്. അവർ വാട്ടർ സൊല്യൂബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നമ്മുടെ കോഫി പൗഡർ വാട്ടറിൽ ബ്രൂ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോളിഫിനോളിക് കോമ്പൗണ്ട്സ് ഒക്കെ, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ അതിനകത്ത് സൊല്യൂബിൾ ആവും. എന്നിട്ട് അതൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഫ്ലേവറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫി ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ക്യാപ്പുച്ചിനോ കേട്ടിട്ടുണ്ടാവും, അതുപോലെ. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വാക്യൂം കോഫിയാണ്. ഏതാണ്? വാക്യൂം കോഫിയാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. വാക്യൂം കോഫീൻ്റെ കേസിൽ പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ. വാക്യൂം കോഫിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ സിഫോൺ കോഫി എന്നുകൂടി അറിയപ്പെടും. അറിയപ്പെടുന്ന ഒരു കോഫിയാണ് വാക്യൂം കോഫി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വാക്യൂം കോഫി മേക്കർ യൂസ് ചെയ്തിട്ടാണ് വാക്യൂം കോഫി ഉണ്ടാക്കുന്നത്. ഇവിടെ 2 ചേമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, 2 ചേമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെയാണ് കോഫി പൗഡർ ഉണ്ടാവുക കേട്ടോ. ഇവിടെ കോഫി പൗഡർ ഉണ്ടാവും, ഇവിടെ വാട്ടർ ഉണ്ടാവും. എന്താണ്, 2 ചേമ്പർ ഉണ്ടാവും. അതിനകത്ത് ഒന്നിനകത്ത് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യും, എന്നിട്ടൊരു വേപ്പർ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വേപ്പർ പ്രഷറിലൂടെ എന്ത് സംഭവിക്കും, ഈ വാട്ടർ നമ്മുടെ അപ്പർ ചേമ്പറിലോട്ട് എത്തും. എന്താണ്, വാട്ടർ, ഇവിടെയുള്ള വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യും, അത് അപ്പർ ചേമ്പറിലോട്ട് വേപ്പർ പ്രഷർ മൂലം അത് അപ്പർ ചേമ്പറിലോട്ട് എത്തും. ഇവിടെയാണ് എന്തുള്ളത്, കോഫി ഉള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ഹീറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണിത് സംഭവിക്കുക. ഈ ഹീറ്റ് ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേലെ കയറിപ്പോയിട്ടുള്ള ആ വാട്ടർ കോഫി പൗഡർ, അതായത് ഡിസോൾവ് ചെയ്തിട്ട് അത് താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കോഫി അതിൽ നിന്ന് കിട്ടും. ഇവിടെ നമുക്ക് കോഫി പൗഡർ ഒരിക്കലും വരില്ല, കാരണം അവിടെ ഒരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വാക്യൂം കോഫി മേക്കിംഗ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് നേരം ഇതിലായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ അവിടെ ഒരു ബിറ്റർ ടേസ്റ്റ് വരുന്നുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അല്ലാണ്ട് നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്തതാണ് ഡ്രിപ്പ് കോഫി. വാക്യൂം കോഫി, അടുത്തത് ഡ്രിപ്പ് കോഫി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫിൽറ്ററിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും, കോഫി അടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ മേലേക്ക് നമ്മൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിപ്പായിട്ട് എന്ത് വരും, കോഫി പുറത്തോട്ട് വരും. അതിനാണ് നമ്മൾ ഡ്രിപ്പ് കോഫി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ കോഫി പൗഡർ ഫിൽറ്ററിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അതിനകത്തേക്ക് നമ്മൾ ഹോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വാട്ടർ പുറത്തോട്ട് വരും. അതിൻ്റെ നമ്മുടെ ഈ കോഫീൻ്റെ എല്ലാ ഫ്ലേവറും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട്
അത് പുറത്തോട്ട് ഡ്രിപ്സ് ആയിട്ട് പുറത്തോട്ട് വരും. ഓക്കെ, ഇത് സാധാരണ ഇലക്ട്രിക് കോഫി മേക്കേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുള്ള ഒരു സാധനമാണ് ഡ്രിപ്പ് കോഫി എന്ന് പറയുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻറ്റ് ഫ്ലേവർ ആയിട്ടുള്ള എന്താണ് കോഫി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കപ്സ്, ഒരു കപ്പ് മാത്രമല്ല മൾട്ടിപ്പിൾ കപ്സ് നമുക്ക് അറ്റ് എ ടൈമിൽ തന്നെ കിട്ടുന്നതാണ് ഡ്രിപ്പ് കോഫീനകത്ത്. അടുത്തത് പെർക്കുലേറ്റഡ് കോഫി. പെർക്കുലേറ്റഡ് ഇവിടെ നമ്മൾ വാക്വം കോഫീനകത്ത് നമ്മൾ ഫൈൻ പൗഡേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യുക. നമ്മൾ പറയില്ലേ ഫൈന്, മീഡിയം, കോഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഫൈൻ അവിടെ യൂസ് ചെയ്യും. ഡ്രിപ്പിനകത്ത് നമ്മൾ മീഡിയമാണ് യൂസ് ചെയ്യുക. പെർക്കുലേറ്റഡിനകത്ത് നമ്മൾ കോഴ്സ് പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ പെർക്കുലേറ്റഡ് കോഫി എന്ന് പറയുമ്പോൾ പെർക്കുലേറ്റർ വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നുള്ളത്. എന്താണ് പെർക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഫി ഉണ്ടാകുന്നുള്ളത്. ഇവിടെ ബോയിലിംഗ് വാട്ടർ നമ്മുടെ കോഫിയിലൂടെ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യമല്ല, മൾട്ടിപ്പിൾ ടൈംസിൽ ഈ ബോയിലിംഗ് വാട്ടർ നമ്മുടെ കോഫിയിലൂടെ ത്രൂ ദ കോഫി ഗ്രൗണ്ട്സ് മൾട്ടിപ്പിൾ ടൈംസ് അങ്ങനെ അത് സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ വാട്ടർ ഇങ്ങനെ ഹീറ്റായി വരുമ്പോൾ അത് നമ്മുടെ സ്റ്റീമൊക്കെ കൊണ്ട് ഈ ഹോട്ട് വാട്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോഫിയായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ആ കോഫി പൗഡറിൻ്റെ എന്താണ് ഇതൊക്കെ ഫ്ലേവറൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മളത് പിന്നീട് തിരിച്ച് വാട്ടർ എടുക്കുമ്പോൾ നമുക്കത് എന്തായിട്ട് കിട്ടും, ഈ പറഞ്ഞിരിക്കുന്ന കോഫിയായിട്ട് കിട്ടും. അതാണ് പെർക്കുലേഷൻ മെത്തേഡിലൂടെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് അതിന് പെർക്കുലേറ്റഡ് കോഫി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്ട്രെങ്ത്തിൽ ആ കോഫിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടുന്നവരെ നമ്മളിത് ചെയ്യും. അതിനുശേഷമാണ് കിട്ടുക. അടുത്തതാണ് സ്റ്റീപ്ഡ് കോഫി. സ്റ്റീപ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോയിൽഡ് വാട്ടർ അല്ല, ഹോട്ട് വാട്ടർ. ഓക്കെ, ഹോട്ട് വാട്ടർ എടുക്കുക, എന്നിട്ട് നമ്മൾ കോഫി പൗഡറിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ബോയിൽഡ് വാട്ടർ എടുത്തിട്ട് നമ്മൾ ഹോട്ട് വാട്ടർ എടുത്തിട്ട് നമ്മളത് എന്തിലോട്ട് ആഡ് ചെയ്യുന്നു, കോഫി പൗഡറിലോട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം അതിനെ കീപ്പ് ചെയ്യുന്നു. ആ സമയത്തിനുള്ളിൽ ഈ കോഫി പൗഡറിൽ നിന്നുള്ള അതിൻ്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ വാട്ടറിലോട്ട് അത് ഇതായിട്ട് വരും. ബ്രൂ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം കുറച്ച് സമയം. ഓക്കെ, അപ്പോൾ ഇത്രയും പിന്നെ അതിനുശേഷം നമ്മൾ സാധാരണ അരിപ്പ വെച്ച് അരിക്കൂലേ, അങ്ങനെ അരിച്ചെടുത്തിട്ട് അത് ചെയ്യും. ഒരു 4 to 6 minutes ഒക്കെ നമ്മളിങ്ങനെ വാട്ടറിനകത്ത് കോഫി പൗഡർ തമ്മിലുള്ള കോൺടാക്റ്റ് നമ്മളവിടെ ചെയ്യണം. അടുത്തതാണ് എസ്പ്രസോ കോഫി എന്ന് പറയുന്നത്. ഇതാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളൊരു കോഫിയാണ്. ഇവിടെ ഫൈൻലി ഗ്രൗണ്ട് ആയിട്ടുള്ള കോഫിയിലൂടെ നമ്മൾ ഹോട്ട് വാട്ടർ പാസ് ചെയ്യും. ഹൈ പ്രഷറിൽ. അപ്പോൾ നമ്മുടെ റിച്ച് ഫ്ലേവർ, നമ്മുടെ കോഫീൻ്റെ റിച്ച് ആയിട്ടുള്ള ആ ഒരു ബോൾഡ് ഫ്ലേവറൊക്കെ ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, കോഫി ആയിട്ട് ഇത് മാറും. ഓക്കെ, ഇത് നമ്മൾ കാപ്പുച്ചിനോ അങ്ങനത്തെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുള്ളൊരു സാധനം കൂടിയാണ് ഈ എസ്പ്രസോ എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് ക്യാപ്പുച്ചിനോ വരുന്നുള്ളത്. ഈ ക്യാപ്പുച്ചിനോൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് 3 ലെയറാണ് ഉണ്ടാവുക. താഴെ നമ്മൾ എസ്പ്രസോ കോഫി വെക്കും, അതിന് മേലെ നമ്മൾ മിൽക്ക് വെക്കും, പിന്നെ അതിന് മേലെയാണ് നമ്മുടെ ഫോംഡ് മിൽക്ക് വരുന്നുള്ളത്. ഫോമൊക്കെ അങ്ങനെയാണ് എന്തുണ്ടാക്കുന്നുള്ളത്, ക്യാപ്പുച്ചിനോ ഉണ്ടാക്കുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റാണ് ഐസ്ഡ് കോഫി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാവുന്നുണ്ട്, ചിൽഡ് ബിവറേജ് ആണ്. അതായത് നമ്മൾ ഹോട്ട് കോഫി ഉണ്ടാക്കും, എന്നിട്ട് അതിനെ കൂൾ ചെയ്യും, അങ്ങനെ ഉണ്ടാകുന്നതാണ് ഐസ്ഡ് കോഫി എന്ന് പറയുന്നത്. ഐസ്ഡ് കോഫി അതായത് ചിൽഡ് ബിവറേജ് ആണ്. അത് നമ്മൾ ഹോട്ട് കോഫി ഉണ്ടാക്കിയിട്ട് വീണ്ടും നമ്മളതിനെ കൂൾ ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുക, ഐസ്ഡ് കോഫി എന്ന് പറയാം. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറയുമ്പോൾ അതായത് അത്രയും ഫൈൻ പൗഡേർഡ് ആയിട്ടുള്ള ഒരു കോഫിയാണ്, പൗഡർ വെച്ചിട്ടാണ്, സൊല്യൂബിൾ ആയിട്ടുള്ള ഫോം വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടാക്കുന്നുള്ളത്. ഇവിടെ നമ്മൾ ഹോട്ട് വാട്ടർ സിംപ്ലി നമ്മുടെ കോഫി പൗഡറിലോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും എന്തായിട്ട് മാറും, ക്വിക്കായിട്ട് ഇതുണ്ടാവും. നമ്മളിപ്പോൾ നേരത്തെ സ്റ്റീപ്ഡ് കോഫി പറഞ്ഞില്ലേ, അവിടെ 4 to 6 minutes ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ അത് പെട്ടെന്ന് തന്നെ അതായിട്ട് മാറുന്നുണ്ട്, കോഫിയായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡീകഫീനേഷൻ എന്ന് പറഞ്ഞില്ലേ. ഡീകഫീനേഷൻ എന്ന് പറയുമ്പോൾ 97% കഫീനെ നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതിന് പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. എന്താണ്, ഡയറക്റ്റ് സോൾവെൻറ്റ് പ്രോസസ്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് സോൾവെൻറ്റ് പ്രോസസ്സ് ഉണ്ട്, പിന്നെ റോസീലിയസ് പ്രോസസ്സ് ഉണ്ട്, പിന്നെ സ്വിസ് വാട്ടർ പ്രോസസ്സ് ഉണ്ട്, CO2 മെത്തേഡ് ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് പ്രോസസ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഏത് വരുന്നുണ്ട്, ഈ മെത്തേഡ്സ് ഓഫ് ഡീകഫീനേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല, എങ്കിലും അത് ആവശ്യമാണെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി നമ്മളെന്താ പറഞ്ഞാൽ ഈ കോഫീൻ്റെ കേസിൽ എന്തോന്ന് അതായത് ആ ഒരു നമ്മളെന്താ പറഞ്ഞാൽ റോസ്റ്റിങ്ങിൻ്റെ സമയത്ത് വരുന്നുള്ള ആ ഒരു ചേഞ്ചസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ
നമ്മുടെ എന്താണ് ശരിക്കുള്ള ഞാൻ പറഞ്ഞല്ലോ സീഡ്സിൽ നിന്ന് ആ കറക്റ്റ് ഒരു ഫ്ലേവറൊക്കെ വരണമെങ്കിൽ ശരിക്കും എന്താണ് അതിനെ റോസ്റ്റ് ചെയ്യണം. അങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനവിടെ കറക്റ്റ് ഫ്ലേവറൊക്കെ വരുന്നുള്ളത്. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് കളർ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ കളറിൽ നിന്ന് അത് ബ്രൗൺ കളറായിട്ട് മാറുന്നുണ്ട്. ഒരു ബ്രൗൺ കളറായിട്ട് മാറുന്നുണ്ട്. പിന്നെ സൈസ് ഡബിളായിട്ട്, അതിൻ്റെ സൈസ് ഡബിളായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സൈസ് ഡബിളായിട്ട് മാറുന്നുണ്ട്, കളറും മാറുന്നുണ്ട്. പിന്നെ ആ ഹാർഡ് സ്ട്രക്ചർ മാറിയിട്ട് ഒരു ബ്രിട്ടിലായിട്ടത് മാറുന്നുണ്ട്. പിന്നെ ഔട്ടർ സർഫസ് സ്മൂത്തും ഫേമും ആയിട്ട് വരും. സ്മൂത്തും അതുപോലെ തന്നെ ഫേമും ആയിട്ടത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണിത് പറഞ്ഞാൽ ഷെൽസ് അതിൻ്റെ ഹാർഡായിട്ടുള്ളത് ബ്രിട്ടിലായിട്ട് മാറുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണ്, മോയ്സ്ചർ എന്തായാലും നഷ്ടപ്പെടുന്നുണ്ട്, അത് നമുക്കറിയാലോ. മോയ്സ്ചർ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോയ്സ്ചർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫാറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിനും അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് വോളറ്റൈൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡീകമ്പോസിഷനും കാരമലൈസേഷനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാരമലൈസേഷനുമാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ. ഫാറ്റ്സിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, വോളറ്റൈൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഹൈഡ്രലൈസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഹൈഡ്രലൈസ് ചെയ്തിട്ട് ക്ലീവ് ചെയ്തിട്ട്, അതായത് വലിയ പോളിപെപ്റ്റൈഡ് ചെയിൻ ആണല്ലോ, അത് ക്ലീവ് ചെയ്തിട്ട് ക്ലീവേജ് പ്രോഡക്ട്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കഫീൻ കണ്ടൻറ്റിൽ മാത്രം ചെറിയൊരു ചേഞ്ച് മാത്രമേ എന്തിൽ നടക്കുന്നുള്ളൂ, കഫീൻ കണ്ടൻറ്റിൽ മാത്രം നടക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ബീൻസിനെ നമ്മൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് വെക്കരുത്. എയറുമായിട്ട് എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറും അരോമയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു ടൈറ്റ് ചെയ്തിരിക്കുന്ന, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഇതിനകത്താണ് നമ്മളെപ്പോഴും വെക്കാറുള്ളത്. പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും നമ്മളെന്താണ് അതിനകത്ത് എയർ കിടക്കാത്ത രീതിയിൽ നമ്മൾ എടുത്തിട്ട് വെക്കുക. അങ്ങനെ നമ്മൾ ആവശ്യം വരുമ്പോൾ മാത്രം ബീൻസ് എടുത്തിട്ട് അതിനെ പൗഡർ ഫോമിലോട്ട് മാറ്റിയാൽ മതി. മോയ്സ്ചർ കണ്ടൻറ്റും അതുപോലെ തന്നെ ഓക്സിജൻ കണ്ടൻറ്റുമായിട്ട് അവിടെ ഒരിക്കലും വരാൻ പാടില്ല, കോണ്ടാക്റ്റ് വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്ത് പോവും. ആ പറഞ്ഞിരിക്കുന്ന അരോമയും ഫ്ലേവറും അവിടെ നിന്ന് നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയാണ് കോഫീൻ്റെ കേസ് പറയാനുള്ളത്. ഓക്കെ ആണ്.